എന്തുവാ പ്രതികരണം? പ്രതിഷേധം പ്രകടനം മുഴുവൻ നടത്തുന്നത് സതീശൻ തന്നെ അണികളെ വെച്ചിട്ട് നടത്തുന്നല്ലേ? പിന്നല്ലാതെ അല്ലാതെ ഇത് അണികളാണ്, ജനങ്ങളല്ലല്ലോ. ഇവൻ സതീശന്റെ ആൾക്കാരെ ചിങ്കിടികളല്ലേ അത്? ചിങ്കിടികളെ മാത്രം വെച്ചിട്ട് പ്രതിഷേധവും സതീശനില്ലെങ്കിൽ കേരളമില്ല, അങ്ങനെയാ ഇങ്ങനെയാ. സതീശൻ വന്ന പിണറായിയുടെ കാട്ടിലും കഷ്ടമായിട്ടുള്ള ഭരണം ആക്കി വെക്കും അണികളും കൂടെ കുടിക്കൊണ്ട്. അതേ നടക്കുകയുള്ളൂ. അയാൾ ഒരിക്കലും ആഗ്രഹം ഞാൻ പറഞ്ഞിട്ട് അയാൾ തോക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പോലും കൂടെ. ഈ സതീശനെ അതുപോലെ വെറുക്കാൻ കാരണം എന്താ? എനിക്ക് ആ രാഹുൽ വിഷയത്തില് ഉള്ള ഇടപെടല്. അപ്പൊ രാഹുലിനെ ശാന്തിയും വളർന്നു വരുന്ന നേതാക്കളെ ആരെയും വളരാൻ വിടുകയില്ല, അവരെ പുറത്താക്കുക, അങ്ങനെയുള്ള ആരും നടപടികൾ. അവര് കുറച്ച് കഴിവും ഇതുമുള്ളവരല്ലേ, അവരൊക്കെ കയറി വരട്ടെന്നേ, അതല്ലേ നല്ലത്. അല്ലാതെ ഇയാള് ഇത് കണ്ടോ, ഇപ്പോൾ ഈ ചെറുപ്പക്കാരെ മാത്രമല്ല, ഇപ്പൊ ഹൈക്കമാൻഡിന് പോലും ഇയാളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇയാള് ഉദ്ദേശിക്കുന്ന തരത്തില് ഇയാള് മാഫിയ സംഘവും തീരുമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഓടിച്ചില്ലെങ്കിൽ പാർട്ടിയെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇയാൾ വന്നുണ്ടോ? ഇതല്ലേ അന്നേരം ഞങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? എനിക്ക് ആദ്യം മുതലേ ഞാൻ പറയുമായിരുന്നു, ഏതോ ഒരു ചാനൽ ഇതുപോലെ പ്രതികരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, രാഹുലിനെതിരെ ഇങ്ങനെ ഈ വ്യാജ പരാതി ആള് പോലും കൂടെ ഇല്ലാതെ എഴുതി അയച്ചത് സതീശൻ തന്നെയാണോ എന്ന് സംശയം ഉണ്ടാകും. അത് സതീശൻ തന്നെ ആയിരിക്കും തന്നെ ഞാൻ അങ്ങനെ തന്നെ ഞാൻ ചാനലിൽ ഞാൻ പറഞ്ഞു. രാഹുലിനെതിരെയുള്ള പരാതികളൊക്കെ എന്ത് പരാതിയോ അത് ഒരു പരാതി ഇങ്ങോട്ട് കിട്ടുന്നതിന് മുമ്പേ തന്നെ രാഹുലിനെ അങ്ങ് ഒഴിവാക്കുന്നു, പുറത്താക്കുന്നു, ഇനി ആരെയും കയറ്റാൻ വിടുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതിലെ പിണറായിയുടെ മണ്ഡലത്തിൽ എന്തിയാ സതീശനൊക്കെ പ്രചരണത്തിന് ചെല്ലാൻ എന്തിയേ കർമ്മടത്ത് ഒരു നേതാക്കന്മാരും ചെന്നില്ലെന്നല്ലേ അറിഞ്ഞേ? അപ്പം ഇത്ര പാർട്ടിയെ നയിക്കുന്ന ആളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവിടെ ചെന്നില്ല? അപ്പൊ സതീശനുള്ളത് കൊണ്ടല്ല ഈ കേരളത്തിന് ഇത്രയും മുഖ്യ MLA സ്ഥാനം കിട്ടിയത് ഒന്നും. പിണറായിയുടെ ഭരണത്തിൽ ജനങ്ങൾ മനമെടുത്തിട്ട് തന്നെയാണ്. അപ്പൊ കോൺഗ്രസ് ഇനിയും കുറച്ചെങ്കിലും നല്ലതാകും, നല്ല ഇത് അവര് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. സതീശനെ കണ്ടോണ്ടല്ല ആരും വോട്ട് ചെയ്തത്. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരരുതെന്ന് ആഗ്രഹിക്കുന്നു. വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ജയിക്കുക പോലും ചെയ്യരുതെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഈ VD സതീശന് എന്തായാലും ഈ ചീഫ് മിനിസ്റ്റർ ആവാൻ പാടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും മറ്റേ രണ്ടെണ്ണത്തിൽ ആരെങ്കിലും ചൂസ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ വളരെ വളരെ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ VD സതീശനെ എടുക്കാനേ പാടില്ല. അവനും അനുഭവിക്കണം. പാവൻ രാഹുലിനെ പുറത്താക്കിയിട്ട് അവൻ വലിയ പ്രമാണിയായിട്ട് ഇരിക്കാൻ നോക്കുന്നുണ്ടല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.